ബംഗാളിലെ നോർത്ത് 24 പർഗനാസിൽ ഇഡി സംഘത്തെ ആക്രമിച്ചതിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഇഡി വ്യക്തമാക്കി. ആക്രമണത്തിൽ മമതാ ബാനർജി മറുപടി പറയണമെന്ന് ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. ഐസൺ ജോസ് ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നതിനായി. ഐസൺ, ബംഗാളിൽ ക്രമസമാധാന നില പാടെ തകിടം മറിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് നേരെ ആക്രമണം നടത്തുന്നു. അതും ഒന്നും രണ്ടും ആളുകളല്ല, കൂട്ടത്തോടെ വന്നാണ് ആക്രമണം നടത്തുന്നത്. അതിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് ബിജെപി ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ ക്രമസമാധാന നില തകർന്നു എന്നൊരു വിലയിരുത്തൽ ബംഗാൾ ഗവർണറുടെ ഭാഗത്ത് നടക്കമുണ്ടാകുന്ന ഒരു സ്ഥിതിയും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും വിഷ്ണു, ക്രമസമാധാന നില തകർന്നു എന്ന സൂചന തന്നെയാണ് ബംഗാൾ ഗവർണർ, പശ്ചിമ ബംഗാൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങളോടെല്ലാം തന്നെ പങ്കുവച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ക്രമസമാധാന നില തകർന്ന ഒരവസ്ഥ തന്നെയാണ്. കാരണം ഒരു നിയമ സംവിധാനത്തിനെതിരെ, അതായത് ഒരു നിയമം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിനെതിരെ ജനം സംഘടിച്ചെത്തി ആക്രമിക്കുന്ന രീതിയുണ്ടെങ്കിൽ അതൊരു അരാജകത്തിൻ്റെയും നിയമവാഴ്ച തകർന്നതിൻ്റെയും സൂചനയായി തന്നെ കണക്കാക്കേണ്ടി വരും. അത്തരത്തിൽ നിയമവാഴ്ച തകരുമ്പോൾ സ്വാഭാവികമായും ഗവർണർക്ക് ഇടപെടേണ്ടി വരും. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു, നിയമവാഴ്ച തകരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് കൃത്യമായി ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ് എമർജൻസി ഉൾപ്പെടെയുള്ള നടപടികൾക്ക് അംഗീകാരം നൽകുന്ന അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. എന്തു തന്നെയായാലും ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്ന് കേന്ദ്രത്തിനോട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഇഡിയുടെ സംരക്ഷണത്തിനായി എത്തിയിരിക്കുന്നത് CRPF ആണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉടൻ ഒരുക്കേണ്ടി വരും. മാത്രമല്ല, കൃത്യമായ ഒരു നീക്കം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. ചീഫ് സെക്രട്ടറിയെയും ക്യാബിനറ്റ് ജനറൽ DGPയെയും വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ രണ്ടുപേരെയും വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരായുന്നതിനും വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിനും ശ്രമിക്കുന്നതിനിടെ തന്നെയാണ് ഗവർണർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത്തരത്തിലുള്ള തെറ്റായ കീഴ്വഴക്കങ്ങൾ അംഗീകരിക്കാനാവില്ല. അഴിമതിക്കെതിരായ പോരാട്ടം ലോകത്തിൻ്റെ ആവശ്യമാണ്, രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ എക്സിക്യൂട്ടീവ് ബോഡിയായി പ്രവർത്തിക്കുന്ന ഒരു എക്സിക്യൂഷൻ സംവിധാനമായി പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. ഇത്തരത്തിലുള്ള ആക്രമണം നിയമവാഴ്ച തകർന്ന ഒരു അവസ്ഥ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം തന്നെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് അല്പസമയം മുമ്പ് പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഒരു അടിയന്തരാവസ്ഥ എന്ന സ്വഭാവമുള്ള പ്രശ്നം, ക്രമസമാധാനം തന്നെ തകർന്ന, നിയമവാഴ്ച തകർന്ന ഒരു അവസ്ഥ പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നു. ഇതിനെ മറുപടി പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് BJP വളരെ കൃത്യമായി പറയുന്നത്. രവിശങ്കർ പ്രസാദ് ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നു. ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളുടെ വീഴ്ചയുടെ സാഹചര്യത്തിൽ മമതാ ബാനർജി മറുപടി പറയുക തന്നെ വേണം. ഇത് നടക്കുന്നത് അഴിമതിക്കെതിരായ ഹൈക്കോടതി പോലും ഇടപെട്ട ചില കേസുകളിലെ അന്വേഷണങ്ങളിലാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇതെല്ലാം കർശനമായി അഴിമതി വിരുദ്ധ സമരം തുടരുക തന്നെ ചെയ്യുമെന്ന നിലപാട് തന്നെയാണ് BJPക്കും മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഐസൺ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗാളിൽ ക്രമസമാധാന നില തകരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഗവർണർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്.